അങ്ങനെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പായത്തിന് രണ്ടടുപ്പാണ് ഇവിടെ ഉള്ളത്. അതിൽ അപ്പൊ ഒരുപാട് എന്താ കരിമ്പൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഫസ്റ്റ് ടൈമിലുള്ള മെഷീൻ ഇതായിരുന്നു കേട്ടോ. വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ മച്ചാമാരെ നമ്മൾ ഇന്നുള്ളത് മറയൂര് ശർക്കര ഫാക്ടറിയിലാണ്. അപ്പൊ നമുക്ക് ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെ നിർമ്മിക്കുന്നത്, കരിമ്പ് കൊണ്ടുവന്നിട്ട് എങ്ങനെയൊക്കെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കി കാണാം. അപ്പം വീഡിയോ ഫുള്ളായി കാണണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമ്മളിപ്പം കമ്പനി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വിസിറ്റിംഗ് അലൗഡാണ് കേട്ടോ. അത് മറയൂരാണ് ശർക്കര ഫാക്ടറിയിൽ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിനുള്ളിൽ കയറി നോക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 രൂപേൻ്റെ ടോക്കൺ എടുക്കാം കേട്ടോ. പാസ് വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാസ് എടുത്തതാ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ. അപ്പൊ 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. സ്റ്റാർട്ടിങ് എന്നതാ ഒരുപാട് കരിമ്പ് ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കരിമ്പിൽ നിന്നാണല്ലോ അത് പ്രോസസ് ചെയ്ത് ഉണ്ടാക്കുന്നത് ശർക്കര. അപ്പൊ നമുക്ക് ഇനി അതിന്റെ പ്രോസസ്സിംഗ് ഒന്ന് കാണാം. അപ്പൊ ഒരുപാട് എന്താ കരിമ്പൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരാൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. നിങ്ങളെ പേരെന്താ? പേരെന്താ? പേര് പറയത്തില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെ ഫസ്റ്റ്? അപ്പൊ ഇതിന്റെ ഫാക്ടറി ഇതാണ്. ഇതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ചോദിച്ചറിയാം കേട്ടോ. അപ്പൊ ഇവര് ഫസ്റ്റ് ടൈമിലുള്ള മെഷീൻ ഇതായിരുന്നു കേട്ടോ. ഇത് നമ്മള് അത് കരിമ്പ് സാധാ കരിമ്പ് അടിക്കണ പോലെ ജ്യൂസ് എടുക്കും ഇതിലേക്ക് ഇട്ടിട്ട്. നമ്മളെ ഇപ്പൊ റോഡിലൊക്കെ സൈഡിലൊക്കെ കൊടുക്കണ പോലത്തെ മെഷീൻ അല്ലേ. ഇപ്പൊ പുതിയ മെഷീൻ ഏതാ വരുന്നേ? ഇപ്പൊ പുതിയ അവരുടെ ടെക്നോളജി ഒക്കെ മാറി അവർക്ക് പുതിയ മെഷീന് കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പൊ അവിടെ കരിമ്പ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇവരെന്ത് ചെയ്യും, ഈ ഒരു കെട്ട് കരിമ്പ് ഒറ്റ ഇതില് പോവോ? അപ്പൊ ഇത് ഇങ്ങനെ മെഷീനിലേക്ക് വെക്കും. മെഷീനിലേക്ക് വെച്ചിട്ട് ഇതെത്ര പ്രാവശ്യം അടിക്കും? ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഇതിലെ ജ്യൂസ് മൊത്തം എടുക്കും. അങ്ങനെ ഈ വേസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിടും അല്ലെ? இந்த வேஸ்ட் வந்து அவசியம் இல்ல. அப்ப தீ வந்து ரொம்ப கம்மியா இருக்கணும், இல்லாட்டி கரைஞ்சு போயிடும். அதனால அந்த வேஸ்ட் நாங்க இங்கிட்டு மாத்திடுவோம். அவசியம் வரும்போ அந்த வேஸ்ட் இங்கிட்டு போட்டு. അപ്പൊ ഇവിടുന്ന് ഈ ജ്യൂസ് എടുത്തിട്ട് ഈ ജ്യൂസ് ഏതാ ഈ വേസ്റ്റ് ഈ ബെൽറ്റിലൂടെ പോവോ? ജ്യൂസ് എന്താ ഇവിടെ ജ്യൂസ് ഇന്ത പോയി ഈ പൈപ്പ് കണ്ടോ? പൈപ്പ് പൈപ്പ് കൂടി അവിടെ 2 ഫ്ലോർ ഈ പൈപ്പിലൂടെ പോയിട്ട് കുയിൽ. അതെ, ഈ കുയിലേക്കാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത്. പിന്നെ 4 കുയികളുണ്ട്. ഇവിടുന്നാണ് പ്രോസസ്സിങ് നടക്കുന്നതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രോസസ്സിങ്. കരിമ്പ് ജ്യൂസ് എടുക്കുക. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ജ്യൂസ് വലിയ ചട്ടിയിലേക്ക് ഫസ്റ്റ് ചട്ടിയിലേക്ക് ഒഴിക്കുന്നു. പിന്നെ 2ാമത്തെ ചട്ടിയിലേക്ക് ഒഴിക്കുന്നു. പിന്നെ മാവിന്റെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ശർക്കര ഉരുട്ടുന്നു കേട്ടോ. ഇത് ആ മെഷീനിലൂടെ എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് ഓക്കെ ഇതിൽ നിന്ന് ഉണക്കി എടുത്തിട്ട് ഓട്ടോമാറ്റിക് അടുപ്പിലേക്ക് ചാടും. ഇത് ഡെമോ അടുപ്പ് അല്ലേ? ഓക്കെ ഇത് ഇവിടെ വിറകിട്ട് കത്തിക്കല? ഓക്കെ അത് വിറകിട്ടാണ് കത്തിക്കല്. ഈ കരിമ്പിന്റെ വേസ്റ്റ് ഇട്ട് തന്നെ കത്തിക്കും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, വലിയ ചട്ടി വെക്കല? ഓക്കെ പുകയില്ലാത്ത അടുപ്പ്. ഓക്കെ അപ്പൊ എന്നിട്ട് അവരുടെ പഴയ അടുപ്പാണ് കേട്ടോ ശർക്കര ഉണ്ടാക്കി. ഇതിൽ വലിയൊരു ഒരു ചട്ടി വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് കട്ട് ചെയ്ത് മെഷീനിൽ നിന്നും ആ കാണുന്ന റോളറിലേക്ക് ചാടി ചെറിയ പീസായിട്ട് ഈ ചട്ടിയിലേക്ക് വീഴുക. ഇത് ഡെമോ ആയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. ഇത് ശരിക്കും ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് ചെയ്യുന്ന അടുപ്പും കാര്യങ്ങളൊക്കെ അപ്പുറത്തുള്ളത്. അപ്പൊ അപ്പുറത്തേക്ക് പോവാം. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഈ വലിയൊരു റോളറിൽ നിന്നും ഹീറ്റായ കഷ്ണങ്ങൾ കണ്ടോ, റോളർ വഴി ഇങ്ങനെ പോകുന്നത് കണ്ടോ. അപ്പൊ അങ്ങോട്ട് പോവാം നമുക്ക്. അവിടെ ചട്ടിയിലേക്ക് വീണെന്ത് ചെയ്യും, ശർക്കര ആക്കി എടുക്കുന്ന പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ജസ്റ്റ് ഞാൻ അപ്പുറത്തേക്ക് പോവാം. 250 ഡിഗ്രിയിലാണ് ഈ ശർക്കര തിളച്ച് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇത് ഈ തോണിയിലേക്കാണ് ഒഴിക്കുക. ഈ തോണി പറഞ്ഞാല് മാവിന്റെ വുഡിനോട് ഉണ്ടാക്കിയ മാവിനോട് ഉണ്ടാക്കിയ ഒരു തോണിയാണ്. അപ്പൊ എന്താ വെച്ചാൽ മാവിനോട് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ശർക്കരന്റെ 250 ഡിഗ്രി സെൽഷ്യസ് പെട്ടെന്ന് കുറക്കുന്നൊരു
എന്നാണ് പറഞ്ഞത് അവര്. അപ്പം ഇതിലാണ് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ അങ്ങോട്ട് പോയി കാണാം. ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഗതി കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ചന്ദന മരം. ഫാക്ടറിയിൽ ഉണ്ടായതാണ് ചന്ദന മരം കേട്ടോ. അതുപോലെ ചന്ദനം വിൽപ്പനയ്ക്ക് തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ കാണിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കട്ട് ചെയ്തിട്ട് ഈ വലിയ റോളറിൽ നിന്നും ഇതുവഴി ഹീറ്റ് ചെയ്തിട്ടാണ് ഈ ശർക്കര ഈ ബെൽറ്റിലൂടെ ഇങ്ങോട്ട് വരുന്നത്. കണ്ടോ? വേറെ റബ്ബറിന്റെ ഒരു ഇതാണ്. നേരെ എന്ത് ചെയ്യും, വന്നിട്ട് അവര് പറഞ്ഞ പാത്രത്തിലേക്ക് ചാടുകയാണ് കേട്ടോ. കണ്ടോ? കട്ട് ചെയ്ത പീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിലോട്ട് ചാടിയിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ പീസിലേക്ക് ആക്കാണ്. അങ്ങനെ വീണ്ടും അവര് ചട്ടിയിലേക്ക് പോവാണ്. അപ്പൊ നമ്മ അപ്പുറത്തേക്ക് പോവാം. ഇത് നല്ല ഹീറ്റ് ചെയ്ത് വരുന്നതാണല്ലേ? നല്ല ചൂടുണ്ടല്ലേ? ഇതിപ്പോ കഴിച്ചു കഴിഞ്ഞാൽ മധുരം ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചാടൂല്ലേ? കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ നല്ല മില്ലിലൊക്കെ ഉണ്ടാകുന്ന പോലെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ ശർക്കര ആയിട്ട് സംഗതിയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് എങ്ങോട്ടാ പോണത്? കട്ട് ചെയ്ത് അടുപ്പിലേക്ക് അല്ലേ? ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ വേസ്റ്റ് ആണ് കേട്ടോ കത്തിക്കാൻ. നേരത്തെ പറഞ്ഞ കത്തിക്കാൻ വേണ്ടിട്ട് തിളപ്പിക്കാനുള്ള വിറകിന്റെ പകരം ഈ വേസ്റ്റ് ആണ് കത്തിക്കുന്നത്. അതിനാട്ടേ വരുന്നത്. അങ്ങനെ അവസാനം അവരുടെ ശർക്കര പാനീയം 250 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനീയത്തിന് 2 അടുപ്പാണ് ഇവിടെ ഉള്ളത്. അതിലിതാ ഒന്ന് മിക്സായി റെഡി ആയിട്ടുണ്ട്. അവരിതാ മിക്സ് ചെയ്ത് കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാണ്. നല്ല പുകയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ലിയർ കമ്മി ഉണ്ടാവും. നാട്ടുകരിവാ ഓക്കെ. ഇതാണ് ജ്യൂസ് എടുക്കണ മെഷീന് ഫസ്റ്റിലല്ലേ? ഓക്കെ. ഓക്കെ, ജ്യൂസ് അവിടുന്ന് അടിച്ചിട്ട് ഇതിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. വാൾവിലൂടെ ഈ പാത്രത്തിലേക്ക് ചാടും. എന്ത് ചെയ്യും, ആ വേസ്റ്റ് വെച്ചിട്ട് ഇത് കത്തിക്കുന്നു. 1 മണിക്കൂർ ഈ ജ്യൂസ് ചാടിയിട്ട് 1 മണിക്കൂർ തിളപ്പിക്കും. ഇപ്പൊ കോരി മാറ്റി, മൂപ്പര് കോരി മാറ്റിയ പോലെ കോരി മാറ്റും. ഈ വാൾവ് അല്ലേ? അപ്പൊ ഫസ്റ്റ് പ്രോസസ്സിങ് ഇതാണ്, ഈ തിളപ്പിക്കുന്നത്. ഇപ്പൊ ഇതിന് ചണ്ടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ പ്രോസസ്സിങ് ഈ പാത്രത്തിൽ നിന്നും ഈ പാത്രത്തിലേക്ക് ഒഴിവാക്കും. പിന്നെ ഇത് 1 മണിക്കൂർ തിളപ്പിക്കും. ആകെ 2 മണിക്കൂർ. അത് 1 മണിക്കൂർ, ഇതൊരു മണിക്കൂർ. പക്ഷെ ഇത് ഈറ്റിംഗ് ഇല്ലല്ലേ? ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് അത്രയും ശർക്കര തിളക്കുമ്പോഴും ഇത് ചൂടില്ല കേട്ടോ. കണ്ടോ? നല്ല തണുപ്പാണ്. പക്ഷെ കണ്ടോ, നല്ല തിളച്ച് മറിയുന്നുണ്ട്. പക്ഷെ ഇത് ചൂടില്ല. അതെന്നു വെച്ചാൽ ഇതിന്റെ ഹീറ്റ് മുഴുവതും അവിടെ ഒരു ഫാനുണ്ട്. ഫാന് വലിച്ചെടുക്കും അല്ലേ? ഹീറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് ഇതിന്ന് ഉള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മളെ കരിമ്പിന്റെ വേസ്റ്റ് ഉണക്കും. അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഈ വലിയ കുഴലിലേക്ക്. അങ്ങനെ എന്ത് ചെയ്യും, ആ ചണ്ടിയൊക്കെ നന്നായിട്ട് ഉണക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ആ മെഷീനിലേക്ക് വന്നിട്ട് ഇതിന്റെ 2 അടുപ്പുകളും ഈ വേസ്റ്റ് വെച്ചിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ. പിന്നെ അത് ശർക്കര എങ്ങനെ കോരി ഒഴിച്ച് ശർക്കര ആയതൊന്ന് കാണാം. അപ്പം ഇതാണ് എയർ ഹോള്. ആ അടുപ്പ് കത്താൻ നമുക്ക് എയർ വേണല്ലോ. അപ്പം ഇതാണ് എയർ ഹോള്. അപ്പൊ അവര് പറയണത് 4-5 ചാക്കിട്ടിട്ട് മൂടി കഴിഞ്ഞാല് അവിടെ ഓട്ടോമാറ്റിക് തീ ഓഫ് ആവും. എന്തൊക്കെ പ്രോസസ്സിംഗിൽ ഇവിടെ. ഇനി അടുത്തത് നമുക്ക് ശർക്കര ഈ തോണി അങ്ങോട്ട് നീക്കി വെക്കും. ചെരുപ്പിടണ്ട. പാനി ഇതിലോട്ട് മാറ്റും. പിന്നെ ഇതിനകത്ത് വെച്ച് 45 മിനിറ്റ് തണുപ്പിക്കും മാവിന്റെ ഇത് വെച്ചിട്ട്. ഓക്കെ. അതിനുശേഷം 1/4 മണിക്കൂർ ഭയങ്കര ചൂടോടെ തന്നെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കൈകൊണ്ട് മുക്കി ഇങ്ങനെ ഉരുണ്ട പിടിക്കും. അതിനുശേഷം 45 മിനിറ്റ്സ് തണുപ്പിക്കും. ആവശ്യം വേണമെങ്കിൽ ചുക്ക്, ജീരക, ഏലക്ക, ചെത്ത് ചുക്കുറുണ്ട് ഫ്ലേവറിന് വേണ്ടി.
ചുക്ക്, ജീരകം, ഏലക്ക ചേർത്തത് ചുക്കൂറുണ്ട്. ചുക്കൂറുണ്ട്. ചേർക്കാത്തത് നോർമൽ ശർക്കര. ഇത് നോർമൽ ശർക്കര കേട്ടോ. ലാസ്റ്റ് പ്രോസസ്സിങ്ങിൽ ഇത് നമുക്ക് കിട്ടുന്നത് ഇത് ശർക്കരയാണ്, നോർമൽ ശർക്കര. ആ കാണുന്നത് ചുക്ക്, ഈ പറഞ്ഞ സംഗതിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ശർക്കര കേട്ടോ. ഇറക്കിയ ശേഷം അപ്പൊ തന്നെ ഇളം ഭാവിൽ പരത്തി തേച്ചെടുക്കുന്നത് ശർക്കര മിഠായി. ഫസ്റ്റ് ടൈമില് ഇറക്കിയ ശേഷം 2 സെക്കൻഡ് പരത്തി തേച്ചെടുക്കുന്നത് ശർക്കര മിഠായി. ശർക്കര മിഠായിയാണ് അത്. അതിനുശേഷം തണുപ്പിച്ചതാണ് ശർക്കര. അപ്പൊ ഇത് മിഠായിക്ക് യൂസ് ചെയ്യാനത്. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രോസസ്സിങ് അവിടുന്ന് ഈ ശർക്കര ജ്യൂസ് ഒക്കെ തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യും, 2 മണിക്കൂർ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ മാവിന്റെ പാത്രത്തിലേക്ക് എന്ത് ചെയ്യും, ഇരുമ്പിന്റെ പാത്രം ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കും. അങ്ങനെ ഒരു 1 മണിക്കൂർ 3/4 മണിക്കൂറോളം ഇതിൽ വെച്ച് തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് അവർ 2 സെക്കൻഡിനുള്ളിൽ കിട്ടുന്നതാണ് മിഠായിക്ക് യൂസ് ചെയ്യുന്ന, ശർക്കര മിഠായിക്ക് യൂസ് ചെയ്യുന്ന സാധനം ആ ചാക്കിലാക്കി വെച്ചത്. പിന്നീട് കിട്ടുന്ന ചുക്ക്, ഏലം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ ചുക്ക് ശർക്കര അവിടെ വേറെ പ്രൊഡക്റ്റ് വേറെ ഒന്നുണ്ട്. പിന്നീട് നമ്മൾ നോർമൽ ശർക്കരയാണ് ഈ കാണുന്നത്. ലാസ്റ്റ് ഇങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇവരെ മറയൂര് ശർക്കര ഫാക്ടറിയിലെ ശർക്കര, നോർമൽ ശർക്കര. എന്നിട്ട് ചുക്ക് ചുക്ക് പിന്നെ എന്തൊക്കെയാ, ഏലക്ക, ജീരക ചേർത്ത് ഇഞ്ചി ചേർത്ത് ഇത് നമുക്ക് ചായയിലൊക്കെ ഇട്ട് കുടിക്കാം അല്ലേ. ഇതോ മിഠായി, ഇതാണ് ശർക്കര മിഠായി. അപ്പൊ അവര് പറയണത് വെച്ച് കഴിഞ്ഞാൽ നാട്ടു ശർക്കരയാണ്. നമുക്ക് ഈ കരിമ്പ് തിന്നാൻ കഴിയില്ല കേട്ടോ, അത്രയും ഹാർഡായിട്ട് ആ നാവൊക്കെ മുറിയാന്ന് പറഞ്ഞത്. ഇത് യൂസ് ചെയ്യണത് മെഡിസിന് യൂസ് ചെയ്യണ ശർക്കരയാണ്. കാരണം ഇതിന് ജ്യൂസ് മാത്രം എടുത്തിട്ട് വേറെ കെമിക്കലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാം. നമ്മള് സാധാ ശർക്കര അല്ല ഇട്ടത്. ഇത് അടിമാലി, കോട്ടയം, അതേപോലെ തന്നെ ഇവരെ ഈ പ്രദേശത്ത് മാത്രം കിട്ടുന്ന ശർക്കര എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ സെറ്റല്ലേ, ഫാക്ടറി എങ്ങനെ ഉണ്ട് ഒക്കെ കമന്റിൽ അയച്ചോളിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ശർക്കര ആവശ്യമുണ്ടെങ്കിൽ മറയൂരിലേക്കാണ് പോയി. അപ്പം അവരെ ഫാക്ടറിയിലേക്കുള്ള ആവശ്യമായ കരിമ്പും ഇവർ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാണ്, പുറത്തുനിന്ന് എടുക്കുന്നതല്ല. അപ്പൊ കൃഷി നമുക്കൊന്ന് കാണാം. ഇത് എത്ര ഏക്കർ ഉണ്ട്? 10 ഏക്കറില് മൊത്തമായിട്ട് കരിമ്പിന്റെ കൃഷിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് കരിമ്പിന്റെ തോട്ടം. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പൊ ഇതിനെ വളമായിട്ട് യൂസ് ചെയ്യണത് അവിടെ ഈ കരിമ്പിന്റെ തണ്ട് കത്തിച്ചിട്ടുള്ള വേസ്റ്റ് അല്ലേ. അപ്പൊ ഇതിന് പ്രോസസ്സിങ് നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള അവിടെ കത്തിച്ചിട്ടുള്ള ചണ്ടിന്റെ ചാരാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 10 ഏക്കറിലാണ് നമ്മളെ ഈ ശർക്കര ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അതിൽ 10 ഏക്കറിൽ ആ കാണിക്കുന്ന ശർക്കര ഫാക്ടറി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഏരിയയും അവരുടേതായിട്ടുള്ള ശർക്കര ഉണ്ടാക്കാൻ നിർമ്മിക്കുന്ന കരിമ്പ് കൃഷിയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ശർക്കര ഫാക്ടറിയിലെ വിശേഷങ്ങൾ. നമ്മളൊരു വീഡിയോ ഇനിയും അടിപൊളിയായിട്ട് ഇതുപോലത്തെ അടിപൊളി വീഡിയോസുകൾ വരുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.